Hi, my dear friends. Welcome to Englu's another episode. പഠിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉള്ള വാക്കുകളെ അതല്ലെങ്കിൽ ഇത്തരം ടാക്കുകളെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അന്നു ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് അവൾ പാടിയിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയില്ലേ? എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയുന്നത്? പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഹാവ് ഓർ ഹാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ടോക്കുകൾ നടത്തുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സമാനമായ മറ്റൊരു ഓക്സിലറി ഉപയോഗിച്ചുകൊണ്ട്, മീൻസ് ഹാവിൻ്റെയും ഹാസിൻ്റെയും പാസ്റ്റ് ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം വാക്കുകളെയും അതല്ലെങ്കിൽ ഇത്തരം ടോക്കുകളെയും ഇംഗ്ലീഷിൽ പറയാം. എന്താണ് പാസ്റ്റ്? ഹാവിൻ്റെയും ഹാസിൻ്റെയും പാസ്റ്റ് ഹാഡ്, ഹാഡ്, ഹാഡ്. ഐ ഹാഡ് ടോൾഡ്, ഐ ഹാഡ് ടോൾഡ്. ഹാവും ഹാസും ഉപയോഗിച്ചപ്പോൾ നമ്മൾ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിച്ചത്. Here also is the same, had plus past participle form of verb. I had told him, I had told him when he went to America. അദ്ദേഹം അമേരിക്കയിൽ പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹം അമേരിക്കയിൽ നേരത്തെ പോയിട്ടുണ്ട്, നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം കോണ്ടക്സ്റ്റിലാണല്ലോ ഇങ്ങനെ നമുക്ക് പറയേണ്ടി വരിക. ഐ ഹാവ് ടോൾഡ് ഹിം വെൻ ഹി വെൻ ടു അമേരിക്ക. അദ്ദേഹം അമേരിക്കയിൽ പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നു എന്ന വാക്കുകൾ പറയുന്നത്. കുറച്ചുകൂടെ കോണ്ടക്സ്റ്റൽ ആയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നത്. മീൻസ് പാസ്റ്റിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മൾ ചെയ്തതോ പറഞ്ഞതോ ആയ കാര്യങ്ങളെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ അതിനെ മെമ്മറൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഇത്തരം വാക്കുകൾ അതല്ലെങ്കിൽ സെൻറ്റൻസുകൾ നമ്മൾ പറയുന്നത്. ഓക്കെ, അവൻ കോഴിക്കോട് പോയിട്ടുണ്ട്. ഹി ഹാസ് ഗോൺ ടു കാലിക്കറ്റ്. അവൻ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് ഗോൺ ടു കാലിക്കറ്റ്. അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ദ ഹാവ് ഈറ്റൺ ഫുഡ്, ദ ഹാവ് ഈറ്റൺ ഫുഡ് ഓർ ദ ഹാവ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്. ദ ഹാഡ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്, ദ ഹാഡ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ്. മഴ വന്നപ്പോഴേക്കും ബാബു 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മഴ വന്നപ്പോഴേക്കും ബാബു 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയും? ആദ്യം ബാബുവിനെ പറയണം, സാധാരണ സെൻറ്റൻസുകൾ പറയുന്നത് പോലെ തന്നെ. പിന്നീട് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ്. ബാബു ഹാഡ് ടേക്കൺ 2 വിക്കറ്റ്സ്. ബാബു ഹാഡ് ടേക്കൺ 2 വിക്കറ്റ്സ് ബിഫോർ rain interrupted play.